കാനഡയിലെ ആൽബർട്ടയിലെ കനാനൻസ്കിയിൽ നടക്കുന്ന 51ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാനഡയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിച്ചത്. ഇത് നയതന്ത്ര തലത്തിലെ സുപ്രധാന നീക്കമാണെന്ന് സർക്കാരിലെ ഉന്നത വൃത്തങ്ങൾ CNN News 18നോട് പറഞ്ഞു. തുർക്കി പാകിസ്ഥാൻ സഖ്യത്തെ ചെറുക്കുന്നതിനായി മെഡിറ്ററേനിയൻ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സൈപ്രസ് സന്ദർശനമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. കാനഡയുമായുള്ള നിർണായകമായ ഇടപെടലിന് മുന്നോടിയായി ശക്തമായ യൂറോപ്യൻ പങ്കാളിത്തവും ഇന്ത്യയ്ക്ക് നയതന്ത്രപരമായ സ്വാധീനം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സമുദ്രബന്ധവും തന്ത്രപരമായ സ്ഥാനവും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അതായത് IMECയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി സൈപ്രസിനെ മാറ്റുന്നു. ഇനി 2026 നടക്കാൻ പോകുന്ന യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും സൈപ്രസ് ആണ്. കഴിഞ്ഞ 23 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിക്കുന്നത്. ഇതിലൂടെ മോദിയുടെ സന്ദർശനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നു. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ഐക്യദാർഢ്യം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പാകിസ്ഥാന് പിന്തുണ നൽകിയതും ഇവിടെ ഓർക്കണം. തുർക്കിയുമായി സൈപ്രസിന് പ്രാദേശികമായ ചില വിഷയങ്ങളിൽ തർക്കമുണ്ട്. ഇതിനിടെ തുർക്കിയെ എതിർക്കുന്ന രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായും ഇന്ത്യയുമായുള്ള ബന്ധം സൈപ്രസ് ശക്തിപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ പറയുന്നു. കാശ്മീർ അതിർത്തി കടന്നുള്ള ഭീകരത, അതുപോലെ UN രക്ഷാ സമിതിയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ഇന്ത്യയുടെ നിലപാടുകളെ സൈപ്രസ് നിരന്തരം പിന്തുണയ്ക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ വിദേശ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ് സൈപ്രസ്. കൂടാതെ ഇന്ത്യയുമായുള്ള ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറും നിലനിർത്തി വരുന്നുണ്ട്. ലിമാസോളിൽ സൈപ്രസ് ബിസിനസ് നേതാക്കളുമായി നടത്തുന്ന ചർച്ചകൾ വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കും. തുർക്കി സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നതിനാൽ പ്രതിരോധ മേഖലയിലും സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും സൈപ്രസും ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യ കാനഡ ബന്ധം നിലവിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് കാനഡയിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ പോകുന്നത്. കാനഡയിലേക്കുള്ള യാത്രാ മധ്യയാണ് പ്രധാനമന്ത്രി സൈപ്രസിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരിക്കുന്നത്. സൈപ്രസിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിസിനും അദ്ദേഹത്തിന്റെ ഭാര്യ ഫിലിപ്പ കെർസേനിക്കും വിശിഷ്ടമായ സമ്മാനങ്ങളും നൽകിയിരുന്നു. വെള്ളിയിൽ തീർത്ത പരമ്പരാഗത ശൈലിയിലുള്ള ഒരു ക്ലച്ച് പേഴ്സാണ് പ്രഥമ വനിതയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചത്. ആധുനികതയും പരമ്പരാഗത ശൈലിയിലുമുള്ള ലോഹപ്പണികളും സംയോജിപ്പിച്ച വെള്ളിയിലാണ് ഈ പേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നും രാജകീയ കലയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട മനോഹരമായ പൂക്കളുടെ ഡിസൈനുകളും ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. പേഴ്സിന്റെ മധ്യഭാഗത്തായി വിലയേറിയ ഒരു രത്നം പതിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് പേഴ്സിനെ മനോഹരമാക്കുന്ന ഒരു പ്രധാന ഘടകം. ചില പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഈ പേഴ്സ് ഇപ്പോൾ ഒരു സ്റ്റൈലിഷ് ആക്സസറിയാണ്. ഇന്ത്യയുടെ സമ്പന്നമായ കരകൗശല പാരമ്പര്യത്തിൽ ആധുനിക രീതി സംയോജിപ്പിച്ചിരിക്കുകയാണ് ഇത്. സൈപ്രസ് പ്രസിഡന്റിന് കശ്മീരി സിൽക്ക് കാർപ്പറ്റ് ആണ് സമ്മാനമായി നൽകിയത്. കടും ചുവപ്പ് നിറത്തോടു കൂടിയ ഈ പരവതാനിയിൽ മനോഹരമായ ചിത്രപ്പണികൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ചുവപ്പും ഓഫ് വൈറ്റ് നിറവും ഇടകലർന്ന പരവതാനിയാണിത്. വ്യൂവിംഗ് ആംഗിളിനും ലൈറ്റിംഗ് ആംഗിളിനും അടിസ്ഥാനമാക്കി 2 നിറങ്ങൾ ഇതിൽ പ്രതിഫലിക്കും. ഒന്നിൽ തന്നെ 2 വ്യത്യസ്ത പരവതാനികൾ ഉണ്ടെന്ന് ഇത് കാഴ്ചക്കാരിൽ തോന്നിപ്പിക്കും. ഏറെ ചരിത്ര പ്രധാനമുള്ള നിക്കോഷ്യ നഗരം സൈപ്രസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയെ കാണിച്ചു. ഇതിന് മോദി അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞു. സൈപ്രസിലെ ജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിക്ക് സൈപ്രസിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ മെക്കറിയാസ് III ലഭിച്ചു. ഈ ബഹുമതി ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും അവരുടെ അഭിലാഷങ്ങൾക്കും രാജ്യത്തിന്റെ സാഹോദര്യ സംസ്കാരത്തിനുമായി സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തെയും അവർ പരസ്പരം പങ്കിടുന്ന മൂല്യങ്ങളെയും ഈ ബഹുമതി പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു.